ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആട്ടോ. അതായത് സയൻസിൽ മൊത്തം 8 ചാപ്റ്ററേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ആ 8ാമത്തെ ചാപ്റ്ററാണ്. 8 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കയറി കാണുന്നുണ്ടോ? നമുക്ക് അടുത്ത മാസം എക്സാം ആണേ, പഠിച്ചോണം കേട്ടോ, എഴുതിയെടുത്തോടെ കുഞ്ഞുങ്ങളെ കേട്ടോ. നോക്കിയിരുന്ന് സമയം കളയരുത്. നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ ആരായാലും വേണ്ടിയില്ല, തരുന്ന നോട്ടുകൾ എന്താ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഒരു ബുക്കിനകത്തിലോട്ട് എന്തായാലും ബുക്ക് ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടംപോലെ ബുക്കുകളില്ലേ കുഞ്ഞുങ്ങളെ. ഇന്ന് പണ്ടത്തെ കൂട്ടൊന്നും അല്ലല്ലോ, ഇപ്പം എത്ര ബുക്കുകളല്ലേ, ബണ്ടിൽ കണക്കിനാണ് വീട്ടിൽ മേടിച്ച് വെക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഒരു നോട്ട് ബുക്ക് എടുക്കുക, അതിനകത്തിലോട്ട് ഇനിയിപ്പോൾ ഈ ഒരൊറ്റ ചാപ്റ്ററോടെ ഉള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ എന്താ എവിടെയാണെങ്കിലും വേണ്ടിയില്ല എഴുതിയെടുക്കുക എന്നുള്ള. അപ്പം നമുക്ക് തുടങ്ങാം. ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ. ഇതിനകത്തിൽ പകുതി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ടെസ്റ്റ് വായിച്ചിട്ട് പിന്നെ എന്താ ക്വസ്റ്റ്യൻ ആൻസർ പറയുമായതുകൊണ്ടേ നമുക്ക് എല്ലാം കൂടെ ഒറ്റ ലിങ്കിൽ പറ്റില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ ഇംഗ്ലീഷും മലയാളവും എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. നോക്കി കുഞ്ഞുങ്ങളെ, ഡൈവേഴ്സ് ഓർഗാനിസം ടെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എടുക്കണേ, മലയാളക്കാർ മലയാളം എടുത്തോ. ഹൗ ഡിഡ് ദീസ് വോം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? അവിടെ ഒരു കുട്ടി ഇരുന്ന് പറയാം, ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് മാങ്ങ കഴിക്കുന്ന കണ്ടോ. 2 കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്, കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മാങ്ങ അല്ലേ, നിറച്ച് മാങ്ങ പഴുത്തിരിക്കുന്നല്ലേ. നോക്കിക്കേ, അവിടെ നിന്നൊരു പെൺകുട്ടി ഹൗ ഡിഡ് ദീസ് വോം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ അല്ലേ. ഈ മാങ്ങയ്ക്കുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? ഇൻസൈഡ് ദ മാങ്ങയ്ക്കുള്ളിൽ, ഇൻസൈഡ് ദ മാംഗോ അല്ലേ. മാങ്ങയ്ക്കുള്ളിൽ എങ്ങനെയാണ് ഈ പുഴു അകത്ത് കയറിയത്? വാട്ട് ഈസ് യുവർ ഗസ്? അത് നിങ്ങൾ ഗസ് ചെയ്ത് പറയണം കേട്ടോ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദ ഫൈൻഡിങ് ഇൻ യുവർ സയൻസ് ഡയറി. ആർ വോംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്? ഹാവ് യു സീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വോംസ് ഇൻ യുവർ സറൗണ്ടിങ്? ഫ്രം വെയർ ഡു ദേ കം? വോംസ് ആർ ഫോംഡ് ഫ്രം എഗ് ഓഫ് സർട്ടൻ ഇൻസെക്ട്സ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഫൈൻഡിങ്. ഇതാണ് ഫസ്റ്റ് കണ്ട് എത്രയും കൊടുത്തിരിക്കുന്നത്. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്, വല്ലോ മനസ്സിലായോ? അതായത് എന്താണ് നിങ്ങളുടെ ഊഹം എഴുതാനാ ചോദിച്ചത്. അവിടെ ഒരു കുട്ടി ഇരുന്ന് മാങ്ങ കഴിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്ത് നിറയെ എന്താ, എങ്ങനെയാ ഈ പുഴു ഇതിനകത്ത് കയറുന്നത്? എങ്ങനെയാ കുഞ്ഞുങ്ങളെ? അതായത് എന്താ, നമ്മുടെ ഈ പുഴുവിൻ്റെ ഈച്ചകളുണ്ടല്ലോ, പഴങ്ങളിൽ തുളച്ച് കയറി അതിനകത്തിൽ മുട്ടയിടുന്നത് കേട്ടോ. ഈ മുട്ടകൾ വിരിഞ്ഞ് എന്തായിട്ട് മാറുന്നു? ലാർവകളായിട്ട്. ലാർവ കേട്ടിട്ടുണ്ടോ? ലാർവകളായി ഉണ്ടാകുന്നു എന്നാണ്. ഈ ലാർവകളാണ് എന്തായി പുഴുക്കളായിട്ട് കാണുന്നത്. ഇവ പഴങ്ങൾക്കുള്ളിൽ നിന്നും ആഹാരം സ്വീകരിച്ച് പഴങ്ങൾക്കകത്ത് കയറി ഇരുന്നിട്ട് അതിനകത്തിലെ ആഹാരം സ്വീകരിച്ചാണ് ഇത് കഴിയുന്നത് കേട്ടോ. എന്താ നിങ്ങളെ, പഴങ്ങളിൽ അകത്തോട്ട് ഈ എന്താ പുഴുക്കൾ തുളച്ച് അതിനകത്തോട്ട് കയറും കേട്ടോ. എന്നിട്ട് അതിനകത്തിരുന്നാണ് മുട്ട വിരിഞ്ഞ് ലാർവകൾ ഉണ്ടാകുന്നത്. ഈ ലാർവകളാണ് പുഴുക്കളായിട്ട് കാണുന്നത്. അവ പഴങ്ങൾക്കുള്ളിൽ നിന്നും ആഹാരം സ്വീകരിച്ച് അതിനകത്ത് തന്നെ ഇരുന്ന് വളരുന്നു എന്നാണ്. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ചോദിക്കാൻ വഴിയില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഗസ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി, അടുത്ത പഴങ്ങളിൽ മാത്രമാണോ പുഴുക്കളുള്ളത്? നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പഴങ്ങളിൽ മാത്രമാണോ കുഞ്ഞുങ്ങളെ നമ്മൾ പുഴുക്കളുള്ളത്? ആർ വോംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ആർ വോംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്? പഴങ്ങളിൽ മാത്രമാണോ ഉള്ളത്? അല്ല, പിന്നെ നോ, വോംസ് ആർ ഫൗണ്ട് എവരിവെയർ ഇൻ അവർ സറൗണ്ടിങ്. നമ്മുടെ പരിസരത്തും എല്ലായിടത്തും പുഴുക്കളെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പം നമ്മളോടല്ല ഫസ്റ്റ് ചോദ്യം അതായിട്ട് നമുക്ക് അങ്ങ് എഴുതാം. എന്താ, പഴങ്ങളിൽ മാത്രം ആണോ പുഴുക്കളുള്ളത്? ആർ വോംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്? അല്ല, നമ്മുടെ പരിസരത്തും എല്ലായിടത്തും പുഴുക്കളെ നമുക്ക് കാണാൻ കഴിയും. നോ, വോംസ് ആർ ഫൗണ്ട് എവരിവെയർ ഇൻ അവർ സറൗണ്ടിങ്. ഒന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതണേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്തത്, വെയർ ഡു ദേ കം ഫ്രം? എങ്ങനെയാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പുഴുക്കൾ ഉണ്ടാകുന്നത്? വോംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സർട്ടൻ ഇൻസെക്ട്സ്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് എന്തുണ്ടാകുന്നത്? പുഴു ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യമായിട്ട് എഴുതാം, എങ്ങനെയാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത്? ആ ഫസ്റ്റ് പേജിൽ തന്നെ ഇങ്ങനെ കുറേ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നത്? വോംസ് ആർ ഫോംഡ് worms are formed from the eggs of certain insects. അല്ല കുഞ്ഞുങ്ങളെ, ഞാൻ ചിരിച്ചതേ, ഞാൻ ആ വോം എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പോഴത്തെ ഇല്ല ട്രെൻഡായിട്ട് വന്ന അത് ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 2 ക്വസ്റ്റ്യൻ ആൻസർ. അടുത്ത മൂന്നാമത്തെ, മുട്ട വിരിഞ്ഞു പുഴുവായി മാറുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. എന്താ കുഞ്ഞുങ്ങളെ, നമ്മളോട് ടെസ്റ്റിലെ ചോദ്യം എന്താ ചോദിച്ചത്? എന്താ, വേർ ഡു ദേ കംസ് ഫ്രം? വേർ ഡു ദേ കംസ് ഫ്രം?
അത് നമ്മൾ എഴുതി അല്ലേ? ഓക്കെ അത് എഴുതി. ഇനി അടുത്ത റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് എ സർട്ടൻ ദാറ്റ് ഹാച്ച് ഇൻ ടു വോംസ്. എങ്ങനെയൊക്കെയാവും നിങ്ങളെ? അടുത്തത് മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ. മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറുന്ന ചില ജീവികൾക്ക് ഉദാഹരണം. റൈറ്റ് ഡൗൺ ദ എക്സാമ്പിൾ ഓഫ് എ ക്രിയേച്ചർ ദാറ്റ് ഹാച്ച് ഇൻ ടു വോംസ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് എഴുതണം. പൂമ്പാറ്റയുണ്ട് അല്ലേ, ബട്ടർഫ്ലൈസ്, മോത്ത്, ഫ്ലൈസ്, ഹണി ബി, ബീറ്റില് ഇഷ്ടമുള്ള കേട്ടോ. പൂമ്പാറ്റ, നിശാശലഭം. മോത്തെന്ന് വെച്ചാൽ എന്താ? നിശാശലഭം, രാത്രിയിൽ വരുന്നതാട്ടോ ഈ മോത്ത്. പിന്നെ ഈച്ച, ഫ്ലൈസ്, ഹണി ബി തേനീച്ച, ബീറ്റിൽ വണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കണം. ഓക്കെ ആണോ? അടുത്ത മുട്ട വിരിഞ്ഞുണ്ടാകുന്ന അടുത്ത നോക്കൂ നിങ്ങൾ, നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഫസ്റ്റിലതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നോക്കി, ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഫൈൻഡ് ഔട്ട്, 2ാമത്തെ പേജ്. ഫൈൻഡ് ഔട്ട്, റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് ക്രിയേച്ചർ ദാറ്റ് ഹാച്ച് ഇൻ ടു വോംസ്. നോക്കിക്കേ, മുട്ട വിരിഞ്ഞിട്ട് എന്താകുന്നു? ലാർവ ഉണ്ടാകുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിങ്ങൾ കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്താ? മുട്ട വിരിഞ്ഞ് എന്താകുന്നു? ലാർവ ഉണ്ടാകുന്നു കേട്ടോ. ഈ ലാർവ എന്താകുന്നു? പൂപ്പ കേട്ടോ, പ്യൂപ്പ. പിന്നോ പ്യൂപ്പയായിട്ട് പിന്നീട് അതെന്താകുന്നു? ആൻഡിലിയോൺ ലേസ് വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിറകുകൾ ഉൾപ്പെടെ അതെന്താകുന്നു? ഈച്ചയെങ്കിൽ ഈച്ച എന്താണെങ്കിലും അത് പറക്കാൻ അടുത്ത പറ്റം. അപ്പോൾ ഫസ്റ്റ് മുട്ടയാണ്, എഗ്ഗ് വളർന്നു ലാർവയാവുന്നു, ലാർവ വളർന്ന് പ്യൂപ്പയാവുന്നു, പ്യൂപ്പ വളർന്നാണ് ആൻഡിലിയോൺ ലേസ് വിങ്സ് ഉണ്ടാകുന്നത് കേട്ടോ. അതായത് പിന്നീടും അത് വീണ്ടും മുട്ടയിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡസ് ദ ആൻഡിലിയോൺ ഹാച്ച്ഡ് ഫ്രം ദ എഗ്ഗ് ലുക്ക് ലൈക്ക് ദീസ് പേരൻസ് ക്രിയേച്ചർ? വാട്ട് ആർ ദ ഫർദർ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു ദ ആൻഡ്ലിയോൺ? ഞാൻ ഈ ആൻഡ്ലിയോൺ എന്ന് പറഞ്ഞു. എന്ത് കുഞ്ഞുങ്ങളെ ഈ ആൻഡ്ലിയോൺ? എന്താണ്? കുഴിയാന ഇല്ലേ? കുഴിയാനയ്ക്ക് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളെ? മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവി എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞുണ്ടാകുമ്പോൾ അത് ഇപ്പം നമ്മളിപ്പോൾ ജനിച്ചു, നമുക്ക് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തെങ്കിലും ഒരു സാദൃശ്യം ഇല്ലേ കുഞ്ഞുങ്ങളെ? അതുപോലെ ഈ കുഴിയാനയ്ക്ക് ഉണ്ടോ കുഞ്ഞുങ്ങളെ? അങ്ങനെ വല്ലതും ഉണ്ടോ? Does the antlion hatched from the egg look like the parents creature? ഉണ്ടോ? ഇല്ല, ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം 4 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ആ ഫസ്റ്റ് പേജിലെ പഠിച്ചു കേട്ടോ. നല്ലതുപോലെ എഴുതണേ കുഞ്ഞുങ്ങൾ കേട്ടോ. 4 എണ്ണം കണ്ടോ. അഥവാ കാണാത്തവർക്ക് കണ്ടോ, 1ാമത്തെ, 2ാമത്തെ, പിന്നെ 3ാമത്തെ, 4ാമത്തെ. ഓക്കെ ആണോ? അടുത്ത 5ാമത്തെ നമ്മുടെ ടെസ്റ്റിൽ ഇതൊന്ന് വായിക്കാൻ കുഞ്ഞുങ്ങൾ. അതാണ്ട് എന്താണ് ഈ ആൻഡ്ലിയോൺ? അതായത് കുഴിയാനെന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ടെസ്റ്റ് നോക്കണേ. എന്താണ് ആൻഡ്ലിയോൺ? അല്ലെങ്കിൽ ഡൂഡ്ലേ ബഗ് എന്ന് കേട്ടോ. ഡൂഡിൽ ബഗ് ഈസ് ദ ലാർവ ഓഫ് എ കൈൻഡ് ഓഫ് വിങ്ഡ് ഇൻസെക്ട്സ് കാൾഡ് ആൻഡ്ലിയോൺ ലേസ് വിങ്. ദേ മേക്ക് എ ഫണൽ ഷേപ്ഡ് പിറ്റ് ഇൻ സാൻഡ് ആൻഡ് ഈറ്റ് സ്മാൾ ഇൻസെക്ട്സ് ലൈക്ക് ആൻഡ്. They are called antlion because they capture ant. Its larvae make a cocoon using sad grains and thin silk fiber secreted by itself and becomes a pupa. This pupa undergoes change to become the insects. എന്ന് വെച്ചാൽ എന്താവും നിങ്ങൾ ഈ ആൻഡിലയൻ എന്ന് പഠിച്ചേ. ആൻഡിലിയോൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡിലയൻ എന്ന് പഠിച്ചാൽ കേട്ടോ. ഈ ആൻഡിലയൻ ലേസ് വിങ് എന്ന് പറയുന്നത് ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. ഇത് പൂഴിമണ്ണിൽ, കുഴിയാന എവിടെ നിങ്ങളെ? മണ്ണിനകത്തല്ലേ? പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ, ഫണൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വെച്ചൂറ്റി കണ്ടിട്ടുണ്ടോ? കുഴിയാന ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുകൾ വശം വലിയ വൃത്തത്തിലായിരിക്കും ഇരിക്കുന്നതല്ലേ? എന്നിട്ട് താഴോട്ട് പോകുന്തോറും എന്താ ചെറുതായി കണ്ടിട്ടുണ്ടോ നിങ്ങളെ കുഴിയാനയുടെ? കുഞ്ഞിലെ ഞങ്ങളൊക്കെ ഇത് കുഴിയാനെ മാന്തി എടുക്കുമായിരുന്നു. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഈ ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ആൻഡ് ലയൺ എന്നാണ് ഈ കുഴിയാനകളെ വിളിച്ചിരുന്നത്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ചിട്ട് ഇതൊരു കൂടുണ്ടാക്കി പ്യൂപ്പയായിട്ട് അതങ്ങ് മാറുന്നു. ഈ പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് എന്തായിട്ട് മാറുന്നത്? ഇതൊരു പ്രാണിയായിട്ട് മാറുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മലയാളം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ മലയാളം? അഥവാ മനസ്സിലായെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വായിക്കടിക്കണേ, കാരണം നമുക്ക് ടെസ്റ്റ് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയണ്ടേ കേട്ടോ. അപ്പോൾ കുഴിയാനയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കാം കേട്ടോ. വാട്ട് ആർ ദ ഫർദർ ചേഞ്ച്
കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? വാട്ട് ആർ ദ ഫർദർ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു ആൻഡ് ലയൺ എന്ന് പഠിച്ചത്. ആൻഡ് ലയൺ കുഴിയാനയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം കുഞ്ഞുങ്ങളെ? കുഴിയാന പ്യൂപ്പയായിട്ട് അങ്ങ് മാറുന്നു, ഈ പ്യൂപ്പ വിരിഞ്ഞ് പ്രാണിയാകുന്നു എന്നാണ് കേട്ടോ. എന്താ? ആൻഡ് ലയൺ ചേഞ്ച് ഇൻ ടു പ്യൂപ്പ ഹാച്ച് ഇൻ ടു ആൻഡ് ലയൺ ലേസ് വിങ്. ആ ഒരു 2 വരി എഴുതിയാൽ മതി കേട്ടോ. കുഴിയാനയാണ് ആൻഡ് ലയൺ, LION ലയൺ. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് മെറ്റാമോർഫോസിസ് ആണ്. കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ അങ്ങനെ? എന്താണ് മെറ്റാമോർഫോസിസ്? മോർഫോസിസ് എന്ന് വെച്ചാൽ എന്താ? രൂപാന്തരം വരുത്തുക എന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ? രൂപാന്തരം സംഭവിക്കുക എന്നാ. ഇൻ സം ക്രിയേച്ചർ ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പേരന്റ്. ദ ലാർവ ഫോംഡ് ഫ്രം ദ എഗ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കംസ് എ ക്രിയേച്ചർ റിസംബ്ലിംഗ് ദ പേരന്റ്. ദീസ് ചേഞ്ച് ഈസ് കാൾഡ് മെറ്റാമോർഫോസിസ്. മെറ്റാമോർഫോസിസ് എന്ന് എന്ത് വല്ലോ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവും, ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അതായത് ചില ജീവികളിൽ, സം ക്രിയേച്ചർ എന്ന് വെച്ചാൽ ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സാദൃശ്യം കാണുമെന്നാണ് പറയുന്നത് അല്ലേ? അച്ഛൻ്റെ അമ്മയുടെയോ അതിലെ കളറോ അല്ലെങ്കിൽ എന്താ പല്ലോ മൂക്കോ വായോ ചെവി എന്ത് വേണമല്ലോ ആയിക്കോട്ടെ, അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയിലെ ഒരു സാദൃശ്യം കാണും. പക്ഷേ എന്താ ചില ജീവികളിൽ അതിന് പറഞ്ഞ പേരാ രൂപാന്തരണം. മലയാളം അറിയണേ, രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ്. അതായത് ചില ജീവികളിൽ മാത്രം എന്താണ് അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ മാതൃജീവിയോട് യാതൊരു സാദൃശ്യവും ഉണ്ടാകില്ല. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നു. ഒത്തിരി ഘട്ടങ്ങൾ കഴിഞ്ഞ് ആദ്യം അത് മുട്ടയിടും, പിന്നെ അത് ലാർവയായിട്ട് ലാർവ വളർന്നിട്ട് എന്താ അടുത്ത സ്റ്റേജ്, അങ്ങനെ 3-4 സ്റ്റേജ് കഴിഞ്ഞ് അവസാനമാണ് എന്താ അതിൻ്റെ മാതൃജീവിയോട് അത് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? എന്താ രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ. എന്നാണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. വാട്ട് എന്താണ് മെറ്റാമോർഫോസിസ്? ഒരുപാട് സൂമായി പോകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ വേണ്ടിയാട്ടോ ഒന്നോട്ട് കാണാൻ പറ്റുന്നത്. ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും? ഇൻ സം ക്രിയേച്ചർ ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പേരന്റ്. ദ ലാർവ ഫോംഡ് ഫ്രം ദ എഗ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് of growth and becomes a creature resembling the parent. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ചേഞ്ച്. ഇങ്ങനെയുള്ള ചേഞ്ചിന് പേരാണ് മെറ്റാമോർഫോസിസ്. ഈ മലയാളം നോക്കിയ കുഞ്ഞുങ്ങളെ, ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല. പിന്നീട് എന്താ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നാണ് എന്താ അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഈ മാറ്റത്തിന് എന്താ കുഞ്ഞുങ്ങളെ? രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നു. 6 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആയിരിക്കണേ. അടുത്തത് 7ാമത്തെ ചോദ്യം. വാട്ട് അതർ ക്രിയേച്ചർ ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? ഓരോ വാക്ക് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് അഥവാ വായിക്കാൻ വയ്യാത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. വാട്ട് അതർ ക്രിയേച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം ഇങ്ങനെ മാറ്റം വരുന്നത് കേട്ടോ? ജനിക്കുമ്പോൾ ഒന്ന്, പിന്നെ വളർന്ന് അവസാന സ്റ്റേജിലാണ് മാതൃ എന്ന് വെച്ചാൽ എന്താ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവമായിട്ട് മാറുന്ന വേറെ ഏതൊക്കെ ജീവികളെ അറിയാം കുഞ്ഞുങ്ങളെ? ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈസ്, മോത്ത്, വാസ്പ്, ബീസ്, ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, മോസ്കിറ്റോ എക്സെട്ര. ഇതിൻ്റെയൊക്കെ പേരൊന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. പൂമ്പാറ്റ, തുമ്പി, പിന്നെ ചിത്രശലഭങ്ങൾ, കടന്തലുകൾ, തേനീച്ചകൾ, തവള, കൊതുക്, പുൽച്ചാടി എന്നിവയെല്ലാം ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അത്ര 7 എണ്ണം നല്ലതുപോലെ എഴുതിയെടുക്കണേ. ഇനി നമ്മുടെ ടെസ്റ്റ് നോക്കിയോണ്ട് ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് കോക്രോച്ച്. കോക്രോച്ചിൻ്റെ ലൈഫ് സൈക്കിൾ കണ്ടോ? കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എന്താ കോക്രോച്ച് എന്ന് വെച്ചാൽ എന്താ? പാറ്റയുടെ നോക്കിക്കേ, ഫസ്റ്റ് അതിൻ്റെ എഗ്ഗ് ആണല്ലേ? എഗ്ഗ് വളർന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. അതിൻ്റെ ഒരു പ്രത്യേകം നോക്കിയേ, ഇതിനെ എഗ്ഗ് വളർന്ന് നിംഫ് എന്നാണ് പറയുന്നത്. എന്താ? നിംഫ്. ആ മുട്ട വളർന്നിട്ട് നിംഫ് ഉണ്ടാകുന്നു. ആ നിംഫ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ഇതിൻ്റെ പുറത്തെ ഈ എന്താ
പാറ്റയുടെ പുറത്തെ എന്താ കുഞ്ഞുങ്ങളെ തൊലി എന്തുവാ അതിൻ്റെ ആ എന്താ ഇളകിപ്പോകുന്ന സാധനമില്ലേ, അത് തന്നെ. അതൊന്നും ഇല്ല എന്നല്ലേ, ജനിക്കുമ്പോൾ അതൊന്നും ഇല്ല. പിന്നീട് എന്താ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നാണ് എന്താ ഫുൾ ഗ്രോൺ കോക്രോച്ചായിട്ട് പൂർണ്ണ വളർച്ചയിലെത്തിയ പാറ്റയായിട്ട് മാറുന്നത്. മനസ്സിലായോ? ആദ്യം മുട്ട, പിന്നെ എന്താ അതിൻ്റെ എന്താ ഒന്നും മറ്റേ ഒന്നും അത് കിളിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്താ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അത് ഫുൾ ഗ്രോണ് കോക്രോച്ചായിട്ട് മാറുന്നത്. ഈ പാറ്റ ഇതിനകത്ത് ഡസ് ദ ഓഫ് സ്പ്രിങ്സ് ഓഫ് എ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ് അല്ലേ? വാട്ട് ആർ ദ ഡിഫറൻസ് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? അതായത് പിന്നെ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ് ആണോ? നോ. എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? ആണോ കുഞ്ഞുങ്ങളെ? പാറ്റയുടെ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ ആണോന്ന് നോക്കിക്കേ, നമ്മൾ ആ പടത്തിൽ കാണാമാണോ? അല്ല. പിന്നെ എങ്ങനെയാ? പാറ്റക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ഞാൻ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഡസ് ദ ഓഫ്സ്പ്രിങ്സ് ഓഫ് എ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ്? പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെയാണോ? പൂമ്പാറ്റയല്ല, പാറ്റയാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. പാറ്റ ഇറ്റായ കേട്ടോ. പാറ്റയെ പോലെയാണോ? എന്താണ് വ്യത്യാസം വല്ലതും ഉണ്ടോ? നോ. ദ ഓഫ്സ്പ്രിങ്സ് ഓഫ് എ എന്ന് വെച്ചാൽ പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെയാണോ എന്ന് ചോദിച്ചാൽ എന്താ? അല്ല. പിന്നെയോ? ദ ഓഫ്സ്പ്രിങ്സ് ഓഫ് എ കോക്രോച്ച് ഈസ് കാൾഡ് നിംഫ് ഇല്ലേ? മുട്ട വിരിഞ്ഞിട്ട് അത് എന്താവുന്നു, അത് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യം അതായത് കേട്ടോ. എന്താ പാറ്റ കുഞ്ഞുങ്ങളെ നിംഫ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ, പാറ്റയുടെ കുഞ്ഞുങ്ങളെ ഏത് പേരിലാണ് വിളിക്കുന്നതെന്ന് ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. നിംഫ് എന്നാണ്. ഈ നിംഫ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. ഡ്യൂറിങ് ദി സ്റ്റേജ് ദ നിംഫ് ഷെഡ് ഇറ്റ്സ് ഔട്ടർ ഷെല്ല് മെനി ടൈംസ്. അതായത് പാറ്റ കുഞ്ഞുങ്ങളെ നിംഫ് എന്ന് വിളിക്കുന്നു. ഈ നിംഫ് വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയിലെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ അതിന്റെ പുറം ചട്ട പലതവണ പൊഴിച്ചു കളയുന്നു. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ പുറത്തുള്ളതിന്റെ പേര് എന്താ കുഞ്ഞുങ്ങളെ? ഇതിന്റെ പുറത്ത് എന്താ? പുറം ചട്ട എന്ന് ഇവിടെ പറയുന്നത് കേട്ടോ. പുറം ചട്ട എന്ത് ചെയ്യുന്നു? അത് പൊഴിച്ചു കളയുന്നു കേട്ടോ. പല സമയങ്ങളിൽ എന്താ പറയുക, ഇതിന്റെ പുറംചട്ട പല തവണയായിട്ട് പൊഴിച്ചു കളയുന്നു എന്നാണ് കേട്ടോ. ഡ്യൂറിങ് ദി സ്റ്റേജ് ദ നിംഫ് ഷെഡ് ദ ഔട്ടർ ഷെല്ല് മെനി ടൈംസ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇംഗ്ലീഷുകാരെന്താ പാറ്റയെക്കുറിച്ച് ചോദിക്കും. നമ്മളിപ്പോൾ എന്തോത്തിനെ കുറിച്ചൊക്കെ പഠിച്ചെന്ന് ഓർക്കണേ നിങ്ങൾ കേട്ടോ. കുഴിയാനെ കുറിച്ച് പഠിച്ചു, ഓരോ ജീവികളെ കുറിച്ച് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താണ്? പുഴുവിനെ കുറിച്ചാണ് പഠിച്ചത് കേട്ടോ. പുഴു എന്താ? മാങ്ങയ്ക്കകത്തിൽ പുഴുവുണ്ടോ? പുഴു എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലുള്ള പുഴു അല്ലേ? മുട്ട വിരിഞ്ഞ് പുഴു ആവുന്നതിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് പഠിച്ചു. പിന്നെ രൂപാന്തരം മാറ്റം സംഭവിക്കുന്ന ജീവികളെ കുറിച്ച് അതിലൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാ? പാറ്റയെക്കുറിച്ച് കേട്ടോ. പാറ്റ ഓരോ ജീവികളെ കുറിച്ചുമാണ് കുഞ്ഞുങ്ങളെ ഈ പാഠത്തിൽ പഠിക്കുന്നത്. പാറ്റ കുഞ്ഞുങ്ങൾ പ്രത്യേകത എന്താണെന്നാണ് നമ്മളിപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിനകത്തിൽ പഠിച്ചത് കേട്ടോ. അത് നോക്കിയോ കുഞ്ഞുങ്ങളെ. നിംഫ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം ഫുള്ളി ഗ്രോത്ത് ഓഫ് കോക്രോച്ച്. ഡ്യൂറിങ് ദീ സ്റ്റേജ് നിംഫ് ഷെഡ് നോക്കണേ അതിൻ്റെ അതിൻ്റെ പുറം ചട്ട എന്ത് ഔട്ടർ ഷെല്ല് മെനി ടൈംസ് ഒരുപാട് വെട്ട അതിൻ്റെ പുറത്തെ ആ ഔട്ടർ ഷെല്ല് എന്ത് ചെയ്യുന്നു? അത് പൊഴിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. ദ വോംസ് ഹാച്ച് ഫ്രം ദ എഗ് ഓഫ് എ ഇൻസെക്ട്സ് ഈറ്റ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ്സ് പാർട്ട്. ദസ് മെനി സച്ച് വോംസ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഫാമിങ്. ഫാർമേഴ്സ് അഡോപ്റ്റ് മെനി മെഷേഴ്സ് ടു കീപ്പ് സച്ച് വോംസ് ആൻഡ് പെറ്റ്സ് വേ. എന്താ കുഞ്ഞുങ്ങളെ? ഇതേ ഇവിടെ എന്തോന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ദോഷകരമാകുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഈ പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കളുണ്ടല്ലോ, മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു പുഴുക്കളുണ്ടല്ലോ, അത് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നതിന് മുമ്പേ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ആ പുഴുക്കൾ എന്തെങ്കിലും ദോഷകരമാവുന്നുണ്ടോ? ഈ പ്രാണികളുടെയൊക്കെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റും സസ്യഭാഗങ്ങളുമാണ് ആഹാരമാക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തോണേ. ഇലകളും മറ്റ് ആഹാര സസ്യങ്ങളുമായിരിക്കും ആഹാരമാക്കുന്നത്. അതിനാൽ അതെന്താ? കൃഷിയെ അത് ദോഷകരമായിട്ട് ബാധിക്കും കേട്ടോ. ഇത്തരം പുഴുക്കളെ, കീടങ്ങളെയൊക്കെ അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. കേട്ടോ. ഇലയിൽ വന്നിരിക്കുന്ന പുഴുക്കളെ കണ്ടോ. ഇനി അവർ ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞുങ്ങളെ? The chemicals produced by the marigold keep certain kinds of pest away. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇവർ മാരിഗോൾഡ് എന്ന് വെച്ചാൽ ഒരു തരം എന്താ മാരിഗോൾഡ് ജമന്തി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ചെണ്ടുമല്ലി എന്നാണ് ചിലടുത്ത് പറയുന്നത്. എന്താ നിങ്ങളെ? ചെണ്ടുമല്ലി അല്ലെ, ജമന്തി, മാരിഗോൾഡ് അല്ലേ. ഇത് ഇടയിൽ ഈ ചില ചെടികളുടെ ഇടയിലെല്ലാം നമ്മൾ ഈ മാരിഗോൾഡ് നട്ട് വെക്കുന്നത് എന്തിനാണ് നിങ്ങളെ? അതിൽ നിന്നൊരു കെമിക്കൽ ഈ ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി അല്ലെ മാരിഗോൾഡ് എന്തെങ്കിലും ആയിട്ട് അതിൽ നിന്ന് എന്താ നിങ്ങളെ? ഒരു കെമിക്കൽ, ഒരു രാസവസ്തു ആ ചെടിക്കകത്ത് ഇത് പുറപ്പെടുവിക്കുന്നുണ്ട് കേട്ടോ. ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ marigold keep certain kinds of pest away.
ചെണ്ടുമല്ലി അല്ലെങ്കിൽ ജമന്തിയിൽ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റുന്നുണ്ട്. ചില ജമന്തിക്ക് ഭയങ്കര നല്ല അല്ലേ, ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. അപ്പം നോക്കൂ നിങ്ങളെ. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയാം. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നൊരു ചോദ്യം. 9ാമത്തെ ചോദ്യം നോക്കണേ. യു ക്യാൻ റെഡ്യൂസ് പെസ്റ്റ് ഇഫ് യു ഗ്രോ മാരിഗോൾഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രോപ്സ്. വൈ? ദ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാരിഗോൾഡ് കീപ്പ് സർട്ടൻ കൈൻഡ്സ് ഓഫ് പെസ്റ്റ് അവേ. കേട്ടോ, മാരിഗോൾഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതണേ കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ നിന്ന് ഒരു കെമിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഈ കീടങ്ങളെ അകറ്റാനേ നമ്മളിപ്പോൾ ചെണ്ടുമല്ലി ഇപ്പോൾ എല്ലായിടവും ചെണ്ടുമല്ലി മാരിഗോൾഡ് നട്ടോണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങളെ? മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? വാട്ട് ആർ ദ അതർ മെത്തേഡ് യു ക്യാൻ പെസ്റ്റ് കൺട്രോൾ? കീടങ്ങളെ അകറ്റാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? പുകയില കഷായം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? കഴിഞ്ഞ നിങ്ങളുടെ 6ന്റെ പുസ്തകത്തിലും 5ന്റെ പുസ്തകത്തിലും ഒക്കെ ഈ പുകയില കഷായം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം അത് തന്നിട്ടില്ല. പുകയില കഷായം ഉണ്ടാകും. ടൊബാക്കോ ഡിക്കോക്ഷൻ, ടൊബാക്കോ ഡിക്കോക്ഷൻ, അതുപോലെ നീം ഓയിൽ എമൽഷൻ, വേപ്പെണ്ണ എമൽഷൻ തളിക്കുക. ഈ രണ്ടെണ്ണം. ഇത് മലയാളം, ഇത് ഇംഗ്ലീഷ് ആട്ടോ. നീം ഓയിൽ എമൽഷനും ടൊബാക്കോ ഡിക്കോഷനും കേട്ടോ. കീടങ്ങളെ അകറ്റാൻ 2 മാർഗങ്ങളാണ്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ അതത്രയാണ്. നമ്മൾ ആ പേജിലേ കഴിഞ്ഞു. അടുത്ത നോക്കിക്കേ ഇവിടെ. സിമിലർലി വാട്ട് ആർ ദ അതർ മെത്തേഡ്? നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പെസ്റ്റ് ഹാംസ് ടു ക്രോപ്സ്. നോക്കിക്കേ ഇവിടെ നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ കണ്ടോ കീടങ്ങളെ അകറ്റാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കാർഷിക വിളകൾക്ക് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പെസ്റ്റ് ഹാംസ് ദ ക്രോപ്സ്. എന്നിട്ട് ഇതിൻ്റെ ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് അത് ഞാൻ എഴുതിയായിരുന്നു തോന്നുന്നു അല്ലേ. ഗ്രാസ് ഹോപ്പർ, യെല്ലോ സ്റ്റെം ബോർഡർ. നോക്കൂ നിങ്ങളെ. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ, അതല്ലേ കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾ. ആ ചോദ്യത്തിൻ്റെ അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയില്ല അല്ലേ. ഇംഗ്ലീഷ് എന്താ കുഞ്ഞുങ്ങളെ? ഫൈൻഡ് ഔട്ട് ഈ ടെസ്റ്റിനകത്തിൽ ഇതാന്നേ കുഞ്ഞുങ്ങളെ. ഫൈൻഡ് ഔട്ട് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്സ് എന്നൊരു ചോദ്യമില്ലേ. അതിൻ്റെ ആൻസറാണ് ഇത്. 11ാമത്തെ കേട്ടോ. 11ാമത്തെ ഏതൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ, കട്ട് വോംസ്, യെല്ലോ സ്റ്റെം ബോറർ ലാർവ, ജാപ്പനീസ് ബീറ്റിൽ. ഇതെല്ലാം എന്താണ്? കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളാണ് കേട്ടോ. നെല്ലയിലൊക്കെ വന്നിരിക്കുന്ന നെല്ല് തിന്നുന്ന ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. ജാപ്പനീസ് ബീറ്റിൽ, യെല്ലോ സ്റ്റെം ബോർഡർ ലാർവ, കട്ട് വംസ്, ഗ്രാസ് ഹോപ്പർ കേട്ടോ. ഏതെങ്കിലും ഒരു 4 പേര് പഠിച്ചു. തണ്ടുതുരപ്പൻ പുഴു, കൊമ്പൻ ചെല്ലി, പുൽച്ചാടി, വെട്ടുക്കിളി, ഇങ്ങനെയൊക്കെ പറയുന്ന ചില ജീവികളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കൃഷിയെ ബാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കി കുറേ സ്പൈസസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ. എന്ന് വെച്ചാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേര് കണ്ടോ. കാർഡമം, ഏലക്ക, പെപ്പർ, കുരുമുളക്, ക്ലോവ്, ഗ്രാമ്പു, സിനമൺ കണ്ടോ. കറുവപ്പട്ട കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കറുവപ്പട്ട കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാർഡമം, ഏലക്ക, പെപ്പർ, കുരുമുളക്, ക്ലോവ്, ഗ്രാമ്പു, സിനമൺ എന്ന് വെച്ചാൽ കറുവപ്പട്ട. എല്ലാത്തിൻ്റെ പേരൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. നോക്കിയേ. വി ഓഫൻ കീപ്പ് സം സ്പൈസസ് എലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. വൈ? സുഗന്ധവ്യഞ്ജനങ്ങളുടെ പേര് ഏതാണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളെ? കാർഡമം, ഏലം, പെപ്പർ, കുരുമുളക്, ക്ലോവ്സ്, ഗ്രാമ്പു, സിനമൺ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇപ്പം പറഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. അടുത്ത ഏറ്റവും നോക്കൂ നിങ്ങളെ. ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം പെസ്റ്റ് മേക്ക് ദം ആരോമാറ്റിക് സ്പൈസസ്. ഡു വോംസ് കോസസ് ഹാം ഓൺലി? ലിസൺ ടു വാട്ട്? ഇവിടെ ഒരു പുഴുവിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. അതായത് നമ്മൾ നോക്കിക്കേ, നമ്മൾ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോഴേ നോക്കണേ നിങ്ങളെ. അതായത് ഓഫൺ. ഓക്കെ, വി ഓഫൺ കീപ്പ്. ആ ചോദ്യം നോക്കണേ. ഇപ്പം ഞാൻ വായിച്ചേ. വി ഓഫൺ കീപ്പ് സം സ്പൈസസ് എലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. വൈ? അങ്ങനൊരു ചോദ്യം കണ്ടോ ടെസ്റ്റിലെ. അതായത് നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോഴേ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും? നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അരി നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം വലിയ ടിന്നിലോ ഒക്കെ ഇട്ട് വെക്കുന്നെങ്കിൽ അതിനകത്തിൽ ഗ്രാമ്പുവോ ഇതുപോലെ കറുവപ്പട്ടയോ എന്തെങ്കിലും ഒരെണ്ണം അതിനകത്തിൽ 1 2 എടുത്തിട്ടേക്കും. എന്തിനാണെന്നാവും നിങ്ങളെ? സ്പൈസസ് ആവും ആരോമാറ്റിക്. ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് അല്ലേ, പ്രത്യേക ഗന്ധമാണ്, സുഗന്ധമാണ് അല്ലേ.
ആരോമാറ്റിക് സ്മെല്ല്. ഇപ്പോൾ ഏലക്കയാണെങ്കിൽ എന്താ, ആരെങ്കിലും ഒരാൾ എടുത്തൊന്ന് വായിലിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്നവരെല്ലാം അറിയില്ലേ ഏലക്കയുടെ സ്മെല്ല് അല്ലേ. സ്പൈസസ് ആവ് ആരോമാറ്റിക് സ്മെല്ല്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു പ്രത്യേക ഗന്ധമാണ് അല്ലേ. ദീ സ്മെല്ല് കീപ്പ് പെറ്റ്സ് അവേ. ഇത് കീടങ്ങളെ എന്താ അതിൽ നിന്നും അകറ്റുന്നു. അത് തന്നെ ആ രണ്ടുപേര് തന്നെ കറക്റ്റ് ഇതാ. പിന്നോ ദ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം പെസ്റ്റ് മേക്ക് ദ സ്പൈസസ് ആരോമാറ്റിക്. കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെ സുഗന്ധവ്യഞ്ജനങ്ങൾ ആക്കുന്നത്. ഇവയെ നല്ല മണമാക്കി മാറ്റുന്നത് എന്താണ്? കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നു. ഇപ്പം എന്താ, നമ്മളിപ്പോൾ ഏലക്ക നടുമ്പോൾ അത് വന്ന് മറ്റു ജീവികൾ തിന്നാതിരിക്കാൻ വേണ്ടി അല്ലേ. ഇപ്പം ഗ്രാമ്പു ആയാലും എന്ത് ഇതാണെങ്കിലും മറ്റ് ജീവികൾ വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് ഏത് ചെടിയാണോ ആ ചെടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുവാണ് അതിനെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നതെന്ന് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കണേ, സ്മാൾ ഇൻസെക്ട്സ് ആസ് ഫുഡ് കാണാൻ വരുന്നുണ്ടോ നിങ്ങളെ? സ്മാൾ ഇൻസെക്ട്സ് ആസ് ഫുഡ് കണ്ടായിരുന്നോ ഒരു നീല ബോക്സിനകത്തിൽ? എന്ന് വെച്ചാൽ എന്താ പ്രാണികൾ ഭക്ഷണത്തിന്. പീപ്പിൾസ് ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ് യൂസ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്, വോംസ്, ബീറ്റൽസ്, സ്കോർപിയോൺ ആൻഡ് ഫോർ ഫുഡ്. സ്മാൾ ഇൻസെക്ട്സ് ആർ എ ഗുഡ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വിറ്റാമിൻസ്. ദേ ആർ ആൾസോ കെപ്റ്റ് ഫോർ ഫുഡ് ഇൻ സം ഏരിയാസ് ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ലോ കോസ്റ്റ് പ്രോട്ടീൻ. എന്താ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ, നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും ചില പ്രദേശത്തിലെ കേട്ടോ, ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. നമ്മളിതിനെ വല്ലതും കഴിക്കുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഇത് പക്ഷേ നല്ല പോഷകാഹാരമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ടെന്ന്. ഇത് കഴിക്കാൻ വേണ്ടി ഇതിനെ വളർത്തുന്ന സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഇവയെ വളർത്തുന്നത് ഉണ്ടെന്ന്. ഓക്കെ ആണോ? ഇനി അടുത്ത കളർഫുൾ ഇൻസെക്ട്സുകൾ നോക്കിക്കേ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെയാണ് കളർഫുൾ ഇൻസെക്ട്സ്. വർണ്ണച്ചിറകുള്ള പ്രാണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ബട്ടർഫ്ലൈസ് കണ്ടിട്ടുണ്ടോ? കണ്ടോ? അതിൻ്റെ പല തരത്തിലുള്ളതാണ്. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ഈ ചിത്രശലഭങ്ങൾ. ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ദ ഇൻസെക്ട്സ് ഫാമിലി. ഇൻസെക്ട്സ് കുടുംബത്തിലെ അല്ലേ, പ്രാണികളുടെ കുടുംബത്തിലെ എന്താ ഒരു വിഭാഗമാണ് അല്ലേ, ഗ്രൂപ്പാണ് ഈ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. ഇനി ഹൗ മെനി നെയിം ഓഫ് ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ ആണ്? നിങ്ങളുടെ ചുറ്റും അല്ലെ നമ്മുടെ ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെയൊക്കെ പേരെങ്ങനെയായിരിക്കും? ഇവർക്ക് ഈ പേര് കിട്ടാൻ കാരണം എന്തായിരിക്കും ഇല്ലേ? ഇതിനൊക്കെ പേര് ആരായിരിക്കും ഇട്ടത് എന്നൊക്കെ നമുക്കൊരു ഡൗട്ടില്ലേ? നോക്കി, ഓരോന്നിനും പേരുണ്ട് കേട്ടോ. വിലാസിനി, വരയൻ കടുവ, നരകശലഭം കേട്ടോ, എന്താണ് സ്ട്രിപ്ഡ് ടൈഗർ, കോമൺ ജെസ്സിബെല്ല്, ജെസ്സിബെല്ല്, അതിനാണ് വിലാസിനി എന്ന് പറയുന്നത് കേട്ടോ. ലൈം ബട്ടർഫ്ലൈ, നരകശലഭം ലൈം ബട്ടർഫ്ലൈ. സ്ട്രിപ്ഡ് ടൈഗർ എന്ന് വെച്ചാൽ വരയൻ കടുവ കേട്ടോ. ഇതിനകത്ത് കുറേ ഉണ്ട്. ഇത് മാത്രമല്ല വേറെയും ഇതിനകത്തിൽ പറയുന്നുണ്ട്. എന്താ, കളക്ട് മോർ പിക്ചർ ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മേക്ക്. നിങ്ങളൊരു ആൽബം ഉണ്ടാക്കി ഇതേലെ കുറേ ബട്ടർഫ്ലൈസിൻ്റെ പേരൊക്കെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. Some butterflies lay egg on a particular plants. The part of these plants are the food of the butterfly larva. Look at the name of some other. ഇനി അത് മാത്രമല്ല വേറെ ഉണ്ടെന്നാ കുറേ ഒരു 5-6 ബട്ടർഫ്ലൈസിൻ്റെ പേര് പഠിച്ചേക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണേ. നോക്കിയേ, നരകശലഭം, ലൈം ബട്ടർഫ്ലൈ, അരളിശലഭം, കോമൺ ക്രോ, പിന്നെ വെള്ളില തോഴി, ദ കമാൻഡർ, എരുക്കുതപ്പി അല്ലേ. എരുക്കുതപ്പി എന്ന് വെച്ചാൽ പ്ലെയിൻ ടൈഗർ. പേരൊക്കെ നല്ലപോലെ പഠിച്ചോണേ കേട്ടോ, നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. കുറേ ശലഭത്തിൻ്റെ പേര് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ അറിയണേ. വെള്ളില തൊഴി, എരുക്കുതപ്പി, അരളിശലഭം തുടങ്ങിയവയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു 5-6 പേര് പഠിച്ച് വെച്ചേക്കണം കേട്ടോ.
നോക്കിക്കേ അടുത്തത്, ഫോർ ദ സർവൈവൽ ഓഫ് ബട്ടർഫ്ലൈസ് ബോത്ത് നെക്ടർ പ്ലാന്റ്സ് ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ നെസസറി. ബട്ടർഫ്ലൈസ് ഗെറ്റ് നെക്ടർ ഫ്രം ദ നെക്ടർ പ്ലാന്റ്സ്. ദ ലാർവ ഫീഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ്സ്. എ ബട്ടർഫ്ലൈ ഗാർഡൻ ഈസ് എ ഗാർഡൻ വിത്ത് ബോത്ത് ദീസ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ്. ആ ബോക്സ് കണ്ടോ നിങ്ങളെ, ഒരു കാപ്പിപ്പൊടി ബോക്സ് കണ്ടോ? അതായത് ഈ ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം അല്ലേ? ശലഭങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിന് വല്ലതും കഴിക്കണ്ടായോ നിങ്ങളെ? തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ രണ്ടു തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈ, ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലേ? എന്ന് വെച്ചാൽ എന്താ? ശലഭ ഉദ്യാനം എന്ന് പറയുന്നത്. അത് പരീക്ഷയ്ക്ക് അതൊക്കെ. എ ബട്ടർഫ്ലൈ ഗാർഡൻ ഈസ് എ ഗാർഡൻ വിത്ത് ബോത്ത് ദീസ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. കേട്ടോ, രണ്ടു തരം സസ്യങ്ങളുമുള്ള ഉദ്യാനത്തിനെയാണ് എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, മോത്ത്. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയോ നിങ്ങളെ? ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ഫാമിലി. ബട്ടർഫ്ലൈസ് നെയിം, കുറേ എണ്ണത്തിന്റെ പേര് കണ്ടോ? സ്ട്രിപ്ഡ് ടൈഗർ, വരയൻ കടുവ, പിന്നെ കോമൺ ജെസ്സിബെല്ല്, വിലാസിനി, ലൈൻ ബട്ടർഫ്ലൈ, നരക ശലഭം. പേര് നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. സൂം ഒരുപാടായിപ്പോയോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഇതിനകത്തിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ. 14ാമത്തെ വർണ്ണച്ചിറകുള്ള പ്രാണികൾ, പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ, നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ അതിനകത്തിൽ എന്തിനാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്നും ഒക്കെ അല്ലേ? അടുത്ത് നോക്കൂ നിങ്ങളെ, ശലഭങ്ങൾക്ക് ഈ പേര് വന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട്. വൈ ആർ ദീസ് ബട്ടർഫ്ലൈസ് നെയ്മഡ്? ഇതിനാരാവും നിങ്ങളെ ഈ പേര് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? ചിത്രശലഭങ്ങൾക്ക് ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. എന്തുകൊണ്ടാവും നിങ്ങളെ അതിന് ആ പേര്? ഇപ്പം നമ്മൾ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞല്ലോ. ഈ പേരിട്ടത് ആരാ? ഇതിനെങ്ങനെ ആ പേര് വന്നു എന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരം നോക്കി. ചിത്രശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭങ്ങൾ കൂടുന്തോറും കാണപ്പെടുന്നത്, ശലഭങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് എവിടെ? ഈ വൃക്ഷത്തിൻ്റെ സമീപത്തായിരിക്കും. എന്താ നിങ്ങളെ? ശലഭങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് വൃക്ഷത്തിൻ്റെയൊക്കെ സൈഡിലായിരിക്കും എന്ന് കേട്ടോ. ആണോ? അതായത് ചിത്രശലഭങ്ങൾക്ക് നിറത്തിനെ അടിസ്ഥാനമാക്കി പേരുകൾ നൽകുന്നുണ്ട്. ചില ചിത്രശലഭങ്ങൾക്ക് ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് വൃക്ഷത്തിന്റെ സമീപത്തായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയ്ക്ക് പേരുകൾ നൽകുന്നതെന്ന്. ബട്ടർഫ്ലൈസ് ആർ നെയ്മഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കളർ ഓർ ഹാബിറ്റ് ദേ മൈറ്റ് പ്രിഫർ. മലയാളവും ഇംഗ്ലീഷും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ കേട്ടോ? ചോദ്യവും ഉത്തരവും മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അതിനൊക്കെ ആ പേര് കൊടുത്തത് ആരാണെന്ന്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു മോത്ത് അല്ലേ? എന്താ മോത്ത്? ഡ്യൂറിങ് വിച്ച് ടൈംസ് ഡു വി സീ ബട്ടർഫ്ലൈസ്? ശലഭത്തെ എപ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത്? ശലഭത്തെ കൂടുതലായിട്ട് നമ്മൾ പകൽ സമയങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലേ? ഇനി എന്താണ് ഈ മോത്ത്? ദ ഇൻസെക്ട്സ് വി സീ അറ്റ് നൈറ്റ് ആർ മോത്ത്. ഇനി നോക്കണേ, സാധാരണ നമ്മൾ പ്രാണികളെ എല്ലാം പകൽ സമയങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലേ? പക്ഷേ മോത്ത് നോക്കൂ നിങ്ങളെ. ദ ഇൻസെക്ട്സ് വി സീ നൈറ്റ് ആർ മോത്ത്. ഡ്യൂറിങ് ഡേ ടൈം എന്നല്ലേ പറഞ്ഞത്? പകൽ സമയത്തല്ലേ കുഞ്ഞുങ്ങളെ ഇത് കാണപ്പെടുന്നു പറഞ്ഞത്? ടെസ്റ്റിൽ അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്? സീ അറ്റ് നൈറ്റ് അല്ലേ? പകൽ സമയം ശലഭങ്ങളെയൊക്കെ കാണപ്പെടുന്നത് പകൽ സമയത്താണ്. പക്ഷേ ശലഭങ്ങളെ കാണപ്പെടുന്നത് എപ്പോഴാണെന്നാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. മോത്തല്ല, ബട്ടർഫ്ലൈസ് ആണ്. ഇതിനെ കാണപ്പെടുന്നത് ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയങ്ങളിലാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന മോത്താണ്. ദ ഇൻസെക്ട്സ് വി സീ അറ്റ് നൈറ്റ് ആർ മോത്ത്. അൺലൈക്ക് ബട്ടർഫ്ലൈസ് ദേ ആർ നോട്ട് കളർഫുൾ. സം മോത്ത് ഹാവ് ഫെദർ ലൈക്ക് ആൻറ്റിന. നോക്കണേ നിങ്ങളേത് നമ്മൾ എന്തോത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മോത്ത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ എന്നറിയപ്പെടുന്നത്. മോത്തെന്ന് വെച്ചാൽ നിങ്ങളെ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് ഈ മോത്ത് അല്ലെങ്കിൽ നിശാശലഭങ്ങൾ. ഇത് ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകും. മറ്റേ നമ്മൾ കുറേ എണ്ണത്തിൻ്റെ പേര് പഠിച്ചില്ലേ? അതുപോലെ ഒന്നും ഇതിൻ്റെ പുറത്ത് ഭംഗി കാണത്തില്ല കേട്ടോ. ഇത് നമ്മൾ സാധാരണക്കാരായി, ഇതിന് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല ഈ മോത്തിന് അല്ലേ? വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത്. അതിന് ആൻറ്റിന എന്ന് പറയുന്നത് കേട്ടോ. തൂവൽ പോലെയുള്ള അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോത്തിൻ്റെ കണ്ടോ, തൂവൽ പോലെയുള്ള ഇതിനൊക്കെ ആൻറ്റിനയൊക്കെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. നല്ലപോലെ നോക്കണേ നിങ്ങൾ. അവിടെ ഇംഗ്ലീഷിൽ തന്നെ, അത് മലയാളത്തിലൊക്കെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അടുത്തതാണ് ബോക്സിനകത്തിലെ ബ്ലൂ ടൈഗർ മോത്ത്. നോക്കണേ,
ചോദ്യം നോക്കണേ എന്താ അതിൻ്റെ മലയാളം എന്താ? വെങ്കണ നീലി. അതായത് മോത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അത് 18 ക്വസ്റ്റ്യൻ ആൻസർ ആയേ കേട്ടോ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും ഞാൻ. ബ്ലൂ ടൈഗർ മോത്ത്, അതിൻ്റെ മലയാളം എന്താ? വെങ്കണ നീലി എന്നാട്ടോ. വെങ്കണ നീലി. ഇതൊക്കെ എന്തൊരു പേരല്ലേ? വെങ്കണ നീലി, ബ്ലൂ ടൈഗർ മോത്ത്. അത് ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാൻ നോക്കണേ നിങ്ങളെ. ആ നീല നോക്കണേ. ബ്ലൂ ടൈഗർ മോത്ത് ഈസ് എ കൈൻഡ് ഓഫ് എ ബ്ലൂ കളേർഡ് മോത്ത് ഫൗണ്ട് ഡ്യൂറിങ് ഡേ ടൈം. They are mistaken for butterflies because of their blue color. They are called Vengana Neeli because they lay egg on the Carelia tree. അതായത് വെങ്കണ ട്രീ കേട്ടോ. ദേ സാറ്റിസ്ഫൈ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് മോത്ത് എക്സ്പെക്ട് ദാറ്റ് ദേ ആർ സീൻ ഡ്യൂറിങ് ഡേ ടൈം ദാറ്റ് ഹാവ് ബ്ലൂ കളർ. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മോത്ത് ഫാമിലി. എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഇപ്പം പറഞ്ഞത് വല്ലതും മനസ്സിലായി? എന്താണ്? അതായത് നമ്മൾ ഈ ബ്ലൂ ടൈഗർ മോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ നേരങ്ങളിൽ കാണപ്പെടുന്ന നീല നിറമുള്ള ശലഭമാണ് ഈ വെങ്കണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് ചിത്രശലഭമല്ല കേട്ടോ, ഇത് അതുപോലെ ഒരു ജീവിയാന്നേ ഉള്ളൂ. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നമ്മുടെ മോത്ത് നിശാശലഭങ്ങളുടെ കൂട്ടാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലെ ഒരംഗമായിട്ട് ഇയാളെ അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. നിശാശലഭമായിട്ട് ഇയാളെ അംഗീകരിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ്? മറ്റ് ശലഭങ്ങളെ പോലെ ഇവയെ നീല നിറം ഉണ്ടെങ്കിലും പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് നമ്മുടെ വെങ്കണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നത് നീല നിറവും ഒഴിച്ചാൽ പകൽ കാണുന്നതുമാണ് നീല നിറവുമാണ്. ഇത് രണ്ട് ഒഴിച്ചാൽ ഇവയെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലെ അംഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെങ്കണ മരത്തിന്റെ മരം നോക്കണേ നിങ്ങളെ. ഇത് ഏത് മരത്തിലാണ്? വെങ്കണ എന്ന് പറയുന്ന ഒരു മരം ഉണ്ട് കേട്ടോ. ഇത് യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കണേ, അത് എന്തൊരു മരമാണ്. അങ്ങനെ വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് അതിനെന്ത് പേര് വരുന്നത്? ബ്ലൂ ടൈഗർ മോത്ത് അല്ലെങ്കിൽ വെങ്കണ നീലി എന്ന് പേര് വന്നത്. വെങ്കണ മരത്തിൽ ഇരുന്ന് മുട്ടയിടുന്നത് കൊണ്ടാണ് അതിനെ വെങ്കണ നീലി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നോക്കിയേ. ദ വേൾഡ് ഓഫ് എ സ്മാൾ ക്രിയേച്ചർ. നമ്മളിപ്പോൾ കുറേ പ്രാണികളെ കുറിച്ച് പഠിച്ചു അല്ലേ കുഞ്ഞുങ്ങളെ? ഇനി നമുക്ക് ചെറു ജീവികളുടെ ലോകം. ദ വേൾഡ് ഓഫ് എ സ്മാൾ ക്രിയേച്ചർ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചെറു ജീവികൾ, സ്മാൾ ക്രിയേച്ചർ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ചെറിയ ജീവികൾ ഏതൊക്കെയാ? ഉറുമ്പ്, വണ്ട്, തേനീച്ച, തേള്, ചിലന്തി, പഴുതാര അല്ലേ, ഹണിബി, സ്കോർപിയോ, ഡ്രാഗൺ ഫ്ലൈ. ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണത്തിന്റെ പേര് എഴുതുക കേട്ടോ. ഇനി അപ്പോൾ അങ്ങനെയെങ്കിലും നോക്കിയേ. ഹൗ മെനി സ്മാൾ ക്രിയേച്ചർ ഏതൊക്കെയാന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? ഏതൊക്കെയാ? ഉറുമ്പ്, തേനീച്ച, വണ്ട്, തേള്, പഴുതാര, തുമ്പി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുറേ എണ്ണത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ഉറുമ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ ഉറുമ്പ് നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഉറുമ്പുണ്ടെന്ന് പറയും അല്ലേ? പക്ഷേ ഈ ഉറുമ്പിനെ കുറിച്ച് വല്ലോന്ന് അറിയാവോ നിങ്ങളെ? അറിയാമോ? നോക്കിയേ. ആൻഡ് ആർ എ സ്മാൾ ക്രിയേച്ചേഴ്സ് മോസ്റ്റ് ഫൗണ്ട് എവരിവെയർ ഇൻ അവർ സറൗണ്ടിങ് ആർ ഓൾ ആൻഡ് ഓഫ് ദ സെയിം കൈൻഡ്. നോക്കൂല്ലേ, നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറിയ ജീവിയാണ് ഉറുമ്പ് അല്ലേ? എവിടെ നോക്കിയാലും ഉണ്ട്. പക്ഷെ എല്ലാ ഉറുമ്പുകളും ഒരേപോലെയാണോ? ആണോ കുഞ്ഞുങ്ങളെ? നോ. എല്ലാ ഉറുമ്പുകളും ഒരുപോലെയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടൈപ്പ് ഓഫ് ആൻഡ്, എത്ര തരം ആൻഡ് ഉണ്ടെന്നാ ചോദിച്ചത്. എത്ര തരം ആൻഡുകളുണ്ടോ കുഞ്ഞുങ്ങളെ? യെല്ലോ ക്രേസി ആൻഡ്, ഒത്തിരി ആൻഡുകളുണ്ട് കേട്ടോ. യെല്ലോ ക്രേസി ആൻഡ്, ഫയർ ആൻഡ്, കാർപ്പൻറ്റർ ആൻഡ്, പിന്നെ റെഡ്വുഡ് ആൻഡ്, ബ്ലാക്ക് ഗാർഡൻ ആൻഡ്, ബുള്ളറ്റ് ആൻഡ് കേട്ടോ. ബുള്ളറ്റ് ഹീറോകളുടെയും കേട്ടോ. പിന്നെ നോക്കിയേ, യെല്ലോ ക്രേസി ആൻഡ്, ഫയർ ആൻഡ്, കാർപ്പൻറ്റർ ആൻഡ്, റെഡ്വുഡ് ആൻഡ്, ബ്ലാക്ക് ഗാർഡൻ ആൻഡ്, ബുള്ളറ്റ് ആൻഡ്. ഏതെങ്കിലും ഒരു 5 എണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കണം. അതായത് മലയാളത്തിൽ ചോണലുറുമ്പ്, തീയുറുമ്പ്, ആശാരി ഉറുമ്പ്, നായർ ഉറുമ്പ്, കുറേ ഉറുമ്പ് അല്ലേ? കുറേ എണ്ണത്തിന്റെ പേര് തന്നിട്ടുണ്ടോ നിങ്ങൾ കേട്ടോ. അപ്പം കട്ടുറുമ്പുണ്ട് അല്ലേ? കട്ടുറുമ്പ് നമുക്കറിയാം. പച്ചുറുമ്പ്, കടിയുറുമ്പ്, ഫറവോ ഉറുമ്പ് എന്നൊക്കെ പറയുന്ന കുറേ ഉറുമ്പുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെയാന്ന് വെച്ചാൽ ഒരു 4-5 എണ്ണത്തിന്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഡിവിഷൻസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞേ കണ്ടോ നിങ്ങൾ? ഡിവിഷൻസ് ഓഫ് ലേബർ എന്ന് വെച്ചാൽ ഇതിന്റെ പല ധർമ്മങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ആൻഡ് ആർ എ സ്മാൾ ക്രിയേച്ചർ ലിവിങ് ഇൻ എ കമ്മ്യൂണിറ്റി അല്ലേ? നമ്മുടെ സമൂഹത്തിൽ കഴിയുന്ന ജീവികളാണ് ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ കോളനി ഓഫ് ആൻഡ്. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത തരം ഉറുമ്പുകൾ നമ്മുടെ ഈ ഉറുമ്പിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരായി കോളനി എന്ന് പറയുന്നത് കേട്ടോ.
എന്താ നിങ്ങളെ ഉറുമ്പുകളുടെ കൂട്ടം ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് കോളനി ഇംഗ്ലീഷിൽ കേട്ടോ. അതായത് ആൻഡ് ക്യാൻ ബി ഫൗണ്ട് ഓൺ എ കോളനി ഓഫ് ആൻഡ് പെർഫോമിംഗ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം എനിമീസ്. വല്ലതും മനസ്സിലായോ? ഡിവിഷൻസ് ഓഫ് ലേബർ എന്ന് വെച്ചാൽ ഇതിൻ്റെ പല ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാ. ഇത് ഇവിടെ സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. അവരൊരിക്കലും ഒറ്റയ്ക്ക് പോയി താമസിക്കത്തില്ല. അവരെപ്പോഴും കണ്ടിട്ടുണ്ടോ? യൂണിയനായിട്ടാണ് പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടോ? ക്യൂ ആയിട്ട് അല്ലേ? മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത തരം ഉറുമ്പുകൾ ഒരേ കൂട്ടത്തിൽ തന്നെ കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഡിവിഷൻസ് ഓഫ് ലേബറിനെ കുറിച്ചാണ് ഞങ്ങളെ പറഞ്ഞത്. ടെസ്റ്റിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് വിങ്ഡ് അല്ലെ, ചിറകുള്ള വിങ്ഡ് ഉറുമ്പ് അല്ലെങ്കിൽ എന്താ ചിറകുള്ള ഉറുമ്പുകൾ. നോക്കൂ നിങ്ങളെ, കുറേ ഉറുമ്പിൻ്റെ പേര്. നൗ വി ക്യാൻ ആൾസോ ഫ്ലൈ എന്നും പറഞ്ഞു കണ്ടോ കൊടുത്തേക്കുന്ന കണ്ടോ. അവിടെ ഇവിടെ നോക്കണേ. ഹൗ യു സീ വിങ്ഡ് ആൻഡ്സ് വെൻ ഡു വി വിങ്സ് ഗ്രോ അല്ലെ. മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് of their colonies with wings. They mate with male and female and from another colony and form new colonies. എന്താ മനസ്സിലായി നിങ്ങളെ? അതായത് പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺപെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറക് മുളച്ച് പുറത്തു വരുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങളെ. അതായത് ചിറകുള്ള ഉറുമ്പുകളെ കുറിച്ച് വിങ്സ്ഡ് ആൻഡ് എന്താ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് ഓഫ് ദെയർ കോളനീസ് വിത്ത് വിങ്സ്. ദേ മേറ്റ് വിത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഫ്രം അനദർ കോളനി ആൻഡ് ഫോം ന്യൂ കോളനി. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറക് മുളച്ച് പുറത്തു വരും. അവരെല്ലാവരും കൂടെ ഒരു കൂട്ടിലാണ് കഴിയുന്നത് അല്ലേ. എല്ലാവരും ഒരു കൂട്ടിൽ കഴിഞ്ഞിട്ട് ചിറക് മുളച്ച് കഴിയുമ്പോൾ ഇവർ വെളിയിച്ചാടും അല്ലേ. അവർ പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ, ആ കൂട്ടിലെ അല്ല വേറെ ഏതെങ്കിലും കൂട്ടിലെ ആൺപെൺ ഉറുമ്പുകളുമായിട്ട് ഇണചേരുകയും പുതിയ കൂട്ടുകൾ ഉണ്ടാക്കുകയും കൂടുകൾ ഉണ്ടാക്കുകയും അല്ലേ. അവർ പുതിയ ആ വീട്ടിൽ നിന്ന് പോയിട്ട് മറ്റ് ഉറുമ്പുകളുമായിട്ട് ഇണചേർന്നിട്ട് വേറെ കൂടുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ ചിറകുള്ള ഉറുമ്പിൻ്റെ ഇതിനകത്തിൽ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഒബ്സർവ് ദ ആൻഡ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഷാൽ ദ ഒബ്സർവ്. നോക്കണേ, ഫസ്റ്റ് എന്താണ് അവിടെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. കളർ കണ്ട് മനസ്സിലാക്കാം അല്ലേ. സൈസ് വലിപ്പം കണ്ട്, പിന്നെ ഹാബിറ്റേറ്റ് അതിൻ്റെ വാസസ്ഥലം കണ്ട്, ഫുഡ് അല്ലേ ആഹാരം കണ്ട്, വേ ഓഫ് കളക്റ്റിംഗ് ഫുഡ് അതിൻ്റെ ആഹാര സമ്പാദന രീതി കണ്ട്, മൂവ്മെൻറ്റ് കണ്ടൊക്കെ മനസ്സിലാക്കാമെന്നാണ്. ഒബ്സർവ് ആൻഡ് ഇൻ അവർ എന്ന് വെച്ചാൽ എന്താ ഉറുമ്പുകളെ നിരീക്ഷിച്ചിട്ട് എന്തെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓരോ ഉറുമ്പിൻ്റെ പടം ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, ഇവർ പോകുന്നുണ്ടോ. ഇതാ പ്രിപ്പയർ എ ബുക്കിലെറ്റ്. നിങ്ങളതൊരു ബുക്കിലോട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നോട്ട് ഉണ്ടെന്ന് തോന്നുന്നു 24. എന്താ അത് ഈ ഉറുമ്പ് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ ചെറിയ പ്രാണി എന്ന് ഉദ്ദേശിക്കുന്നത് ഉറുമ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൗ മെനി അതർ സ്മാൾ ക്രിയേച്ചർ ഡു യു നോ ദാറ്റ് ലീവ് ആസ് ദ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ചുറ്റുപാടും അല്ലേ നമുക്ക് വട്ടം നമ്മുടെ സമൂഹത്തിൽ ഈ ഉറുമ്പ് മാത്രമേ ഉള്ളൂ ചെറിയ ജീവികൾ എന്ന് പറയുന്നത്? അല്ല, പിന്നെയോ പിന്നെന്തൊക്കെയുണ്ട്? ടെർമൈറ്റ്സ് അല്ലേ, ടെർമൈറ്റ്സുകളുണ്ട്, ചിതലുണ്ട്, വാസ്പ് കടന്തലുണ്ട്, ഹണി ബി തേനീച്ചയുണ്ട്, വിങ്ഡ് ആൻഡ് ഈയാമ്പാറ്റകളുണ്ട് കേട്ടോ. ഇതെല്ലാം എന്താ ചെറിയ ജീവികളാണ്. അപ്പം നമ്മൾ ഈ പാഠത്തിൻ്റെ എന്താ പകുതിയോളം നമ്മൾ ഇപ്പം ടെസ്റ്റ് വായിച്ചിട്ട് ഒക്കാവുന്നതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തന്നിട്ടുണ്ടോ നിങ്ങളെ. അപ്പം നിങ്ങളിത് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ പറയാമെങ്കിൽ ബാക്കിയും കൂടി ഇട്ട് തരാം, ഇല്ലെങ്കിൽ വിട്ടുതരാം നിങ്ങളെ കേട്ടോ. ഓക്കെ, എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞു കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.